ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനോദ് വന്ന് വരുണിട്ട് അടിക്കുകയാണല്ലോ. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ അങ്ങനെ എഴുന്നേറ്റ് വന്ന് ഏട്ടാ എന്ന് വിളിച്ചിങ്ങനെ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പ്രിയയുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുകയാണ്. പ്രിയ പഴയ പോലെ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷ വാർത്ത നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ ദുഃഖവാർത്ത മാത്രമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭദ്രനെ രാധികാമ്മ കൊല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ ആയിപ്പോയി. കാരണം ഭദ്രന് ഒരുപാട് രഹസ്യങ്ങളൊക്കെ അറിയായിരുന്നു അല്ലേ. ഇത്രയും നാൾ രാധികാമ്മേനെ പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ രാധികാമ്മ ഒരു ഗോഡൗണിലേക്ക് വരാനായിട്ട് ഭദ്രനോട് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പൈസയുടെ ഒരു പെട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ കാശൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം അവിടുന്ന് കുറേ തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഭദ്രൻ ഒരുപാട് അവരെ താഴ്ത്തുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഇരയൊന്നും അല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക്, അതായത് വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ വന്ന് ഭദ്രനെ കത്തി കൊണ്ട് കുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം രാധികാമ്മയ്ക്ക് ഒരുപാട് ദുഷ്ട സ്വഭാവങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെ ആയിപ്പോയി അല്ലേ. ശേഷം അവർ വരുൺ കുഴിയൊക്കെ കുത്തി അവിടെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഭദ്രനെ. അങ്ങനെ ആ ഒരു ഭദ്രൻ്റെ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതു ഒരുപാട് കോളൊക്കെ ചെയ്ത് നോക്കും ഭദ്രനെ. അച്ഛൻ എടുക്കുന്നില്ലല്ലോ ഫോൺ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അവർ രണ്ടുപേരും കൂടി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. എന്നിട്ടിങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ ഭദ്രനെ. എല്ലാവരും സെർച്ചിങ്ങിലാണ്. അങ്ങനെ അവസാനം അത് ഗോവിന്ദൻ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പോലീസുകാർ വന്ന് സെർച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഗീത പൊട്ടി കരയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ, അച്ഛൻ ഇങ്ങനത്തെ ഒരു ഗതി വരുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ ഏതും ഒരു മോൾക്കാണെങ്കിലും. അങ്ങനെ ഗീതാ ഗോവിന്ദത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളും ട്വിസ്റ്റുകളൊക്കെ ആയിരിക്കും. ആരും കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.